بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. നമ്മളെത്തിയത് അന്ത ഉമ്മൻ അവിടെയല്ലേ? അതെ അതെ, ചൊല്ല്. അന്ത ഉമ്മൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب العربي. അന്ത നബിയെ തങ്ങൾ ഉമ്മൻ ഞങ്ങളുടെ ഉമ്മയെ പോലെയാണോ? അം അബുൻ അതല്ല ഉപ്പയെ പോലെയാണോ? എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? മാറ ഐന ഫീഹിമ ഞങ്ങൾ ആ ഉമ്മയിലും ഉപ്പയിലും കണ്ടിട്ടില്ല. മിഥില ഹുസ്നിക തങ്ങൾ ചെയ്ത അത്ര ഗുണം ഞങ്ങൾക്ക് ചെയ്തതായി കണ്ടിട്ടില്ല. ഉമ്മയോടാണോ തുല്യമാക്കേണ്ടത്, ഉപ്പയോടാണോ തുല്യമാക്കേണ്ടത്? രണ്ടാളിലും കാണാത്ത, രണ്ടാളിലും ഞങ്ങൾക്ക് കിട്ടാത്ത എത്രയോ ഗുണങ്ങൾ ഞങ്ങൾക്ക് തങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. തീരെ ഉമ്മക്കും ഉപ്പക്കും ചെയ്തു തരാൻ കഴിയാത്ത ഗുണങ്ങൾ തങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. യാ സയ്യിദി എൻ്റെ യജമാനരെ, എൻ്റെ സയ്യിദായവരെ, എൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരം ചെയ്യുന്നവരെ, ഖൈറൻ നബി നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ നബിയെ. ഇതാണ് രണ്ടാമത്തെ വരി. അന്ത തങ്ങൾ അറബി പ്രയോഗം അനുസരിച്ച് അന്ത ഉമ്മൻ അം അബു എന്ന് പറയണം. അന്ത ഉമ്മൻ എന്ന് പറയണം. പക്ഷേ അങ്ങനെ പ്രയോഗമുണ്ടെങ്കിലും ഗ്രാമർ സംസാരിക്കുന്ന, നഹ്വ് സംസാരിക്കുന്ന ഇമാം ഇബ്നു മാലിക് തങ്ങൾ അൽഫിയയിൽ പറഞ്ഞത് പ്രശ്നമില്ലാത്ത സ്ഥലത്ത് ആ ഹംസയെ കളയാവുന്നതാണെന്നാണ്. وربما أسقطت الهمزة إن كان خف المعنى بحذفها ومن. ചിലപ്പോഴെല്ലാം ആ ഹംസയെ കളയപ്പെടും. ആന്തർത്തഹും അംലം തുന്തിറും. കണ്ടില്ലേ? ആന്തർത്തഹും അംലം തുന്തിറും. അങ്ങനെ അമ്മിന്റെ മുമ്പ് ഹംസയെ കൊടുത്താണ് പറയാറുള്ളത്. അതിനൊഴിവാക്കാവുന്നതാണ്. അർത്ഥത്തിൽ പ്രയാസങ്ങളും ഒന്നും തോന്നാതെ വരുന്ന സ്ഥലങ്ങളിൽ അതിനെ കളയാവുന്നതാണ്. അങ്ങനെ കവി കളഞ്ഞതാണ്. കവി തന്നെ മഖ്ദൂം പാപ്പ. അവർക്ക് ഗ്രാമറിലുള്ള കഴിവിന്റെ 101 ഉണ്ടാവില്ല. അന്ത ഉമ്മൻ ഐ അന്തക ഉമ്മീൻ തങ്ങൾ ഞങ്ങളുടെ ഉമ്മയെ പോലെയാണോ? അം അബുൻ അതല്ല പാപ്പയെ പോലെയാണോ? അന്ത ഉമ്മിൻ ലനാ ഔ കാബിൽ ലബ്നാ കൗമിൻ. ഉമ്മയെ പോലെ റസൂലുള്ളാഹിനെ ഉമ്മാന്ന് വിളിക്കാനൊന്നും പറ്റൂല, വാപ്പാന്ന് വിളിക്കാനും പറ്റുന്നതായി കണ്ടിട്ടില്ല. സംഗതി അങ്ങനെയാണെങ്കിലും വിളിക്കാൻ പറ്റൂല. യാ ഉമ്മി എന്ന് വിളിക്കാൻ റസൂലുള്ളാഹിനെ അതിവിടെ ഇല്ല. ഉമ്മയെ പോലെയാണോ? അന്ത സെയ്ദുൻ എന്ന് പറഞ്ഞാൽ, അന്ത അസദുൻ എന്ന് പറഞ്ഞാൽ അന്തക അസദിൻ എന്നാണ്. അത് ഉപമപ്രയോഗമാണ്. നീ സിംഹമാണെന്ന് പറഞ്ഞാൽ ആരുടെ ജിന്നെ സിംഹാക്കാന്? ഞാൻ വായിലുള്ള സാധന, ഞാൻ തേറ്റുള്ള സാധന, ഞാൻ ജന്തുക്കളൊക്കെ വേട്ടയാടി പിടിക്കുന്ന ആളാ, എന്തിട മനസ്സിലാക്കി വെച്ചത് എന്നല്ല അയാളോട് പറയേണ്ടത്. അയാൾ പ്രശംസിച്ചത് ധീരതയിലാണ്. എന്ന പോലെ അന്തോമു എന്ന് പറഞ്ഞാല് നമ്മളെ പ്രസവിച്ച ആളാണെന്നല്ല, ഉമ്മനെ പോലെയാണ്. ഉമ്മ ചെയ്ത കൃപകളും ഗുണങ്ങളും കണക്കറ്റതാണ് നമുക്ക് ചെയ്തു തന്നത്. ഉപ്പയും അങ്ങനെ തന്നെയാണ്. ആ ഭാഗങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്.
ആ ഉമ്മയിലും ഉപ്പയിൽ നിന്നും അന്ത ഉമ്മുൻ, തങ്ങൾ ഉമ്മയെ പോലെയാണ്. ഐ അന്തക ഉമ്മീൻ, അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാന പ്രയോഗം. പിന്നെ തശ്ബീഹ് എന്താണ് പറയാ, ബലീഗാകാൻ വേണ്ടി കാഫിനെ കളയപ്പെടുമെന്നാണ് സാഹിത്യശാസ്ത്രം. അന്ത അസദു എന്നറിയലും അന്തക്ക അസദി എന്ന് പറയലും വ്യത്യാസമുണ്ട്. ഉപമ പ്രയോഗത്തെ പറ്റി നല്ലൊരു പാഠം നമ്മൾ പഠിക്കണതാണല്ലോ എല്ലാ കിതാബിലും. തശ്ബീഹിനെ സംബന്ധിച്ച് ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ, അതിൻ്റെ അസുല് തന്നെ അങ്ങനെയാണെന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഉമ്മിൻ്റെ അസുല് അങ്ങനെയല്ല, ഉമ്മഹ് എന്നാണെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു അതിൽ ഉമ്മഹ് ഇല്ല എന്ന്. പക്ഷെ ഉമ്മിനെ ജമാക്കുമ്പോൾ, ബഹുവചനമാക്കുമ്പോൾ ഉമ്മഹാത്ത് എന്നൊരു ഹാവ് വരുന്നുണ്ട്. ആ അസിലിലേക്ക് മടക്കിയാണ് അതെന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത്. ഉമ്മിന്റെ ബഹുവചനം ഉമ്മഹാത്ത് എന്നാണ് കൂടുതൽ കാണുന്നത്, ഉമ്മഹാത്ത്. അപ്പോൾ ഒരു ബഹുവചനം അതിൻ്റെ ഏകവചനത്തിന്റെ അടിത്തറയെ കുറിക്കുമെന്നാണ്. ദ്വിവചനവും ബഹുവചനവും അതിനെ ചെറുതാക്കി പറയുന്ന പ്രയോഗങ്ങളാവുന്ന തസ്സീറുകളും ഒക്കെ അതിൻ്റെ അടിത്തറയെ കുറിക്കുമെന്നാണ്. അപ്പൊ ബഹുവചനം അടിത്തറയെ കുറിക്കും. അപ്പൊ ഉമ്മഹാത്തി എന്ന് പറയുമ്പോൾ ഹാഗ് വരുന്നുണ്ട്, അത് ബഹുവചനമാണ്. അപ്പൊ അത് ഉമ്മന്റെ അസിൽ എന്താണെന്നതിന് മേലെ അറിയിക്കും, ഉമ്മഹ് എന്നാണ് ഇതിന് മേലെ അറിയിക്കും. എന്നാ ഉമ്മാത്ത് എന്നും ജമ്മാക്കാറുണ്ട്, ഉമ്മാത്ത് അങ്ങനെയും ജമ്മാക്കാറുണ്ട്, അങ്ങനെയും ബഹുവചനുണ്ട്. ചില ഡിക്ഷണറികളിലൊക്കെ അങ്ങനെ കാണാൻ കഴിയും. അറബി ഡിക്ഷണറികളിൽ ഉമ്മഹാത്ത് എന്നുള്ളത് പോലെ ഉമ്മാത്ത് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ചിലര് പറയുന്നു ബുദ്ധിയുള്ള സാധനങ്ങളുടെ മനുഷ്യരുടെ ഉമ്മമാരാകുമ്പോൾ ഉമ്മാത്ത് എന്നും, ബുദ്ധിയില്ലാത്ത അജ്മാഇന്റെ മിണ്ടാപ്രാണികളുടെ ആട്, കോഴി, കാക്ക അതിൻ്റെ ഒക്കെ ആകുമ്പോൾ ഉമ്മാത്ത് എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു. അതിന് പ്രത്യേക രേഖകളൊന്നും നമ്മൾ കണ്ടെത്തിയില്ല. അല്ലാഹു അഅലം. ഏതായാലും നമ്മളൊക്കെ നമ്മളമ്മാനെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. മലപ്പുറം ഭാഷയിൽ ഇമ്മാന്നാണ് കസ്റ ചെയ്ത്. മറ്റു മതക്കാരൊക്കെ അമ്മ എന്ന് പറയും. ഏതായാലും അയിമ തന്നെയാണ് കൂടുന്നത് എല്ലാവരും. അമ്മ, ഇമ്മ, ഉമ്മ. അമ്മായിമ്മ അല്ലട്ടെ, അത് തീരുമാനമാകാത്തതെന്നാണ് എൻ്റെ അർത്ഥം. അമ്മ, ഇമ്മ ഒന്നുക്കലെ അമ്മയാണ് അല്ലെങ്കിൽ ഇമ്മയാണ്, എന്താന്നാവും. നല്ല മട്ടത്തിലാണെങ്കിൽ ഇമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നാണ്. അങ്ങനെ സൂചന ഉണ്ടായില്ല. രണ്ടും ഉണ്ടാവും. അമ്മ, ഇമ്മ. അത് അമ്മായി എന്ന് തോന്നുന്നില്ലേ, അമ്മായി ആയ ചിലപ്പോ അമ്മായി ആയാലും. അപ്പൊ ഉമ്മിന്റെ അടിസ്ഥാന പദം ഉമ്മഹ് എന്നാണെന്നതാണ് ശരി. അതല്ല ജമ്മാക്കിയപ്പോൾ ബഹുവചനമാക്കിയപ്പോൾ ഹാഗിനെ കൂട്ടിക്കൊടുക്കാറുണ്ട് ചിലപ്പോൾ. അങ്ങനെ കൂട്ടിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 4 അഭിപ്രായമാണ് നമ്മൾ അതിൽ ഉദ്ധരിച്ചത്. അബുൻ, അതല്ല ഉപ്പയാണ്. അബു എന്നതിന്റെ അടിസ്ഥാന പ്രയോഗം അബവ് എന്നാണ്. ഈ 2 പദങ്ങൾക്കും അടിസ്ഥാന പദങ്ങൾ വേറെയാണ്. അതിൽ നമുക്ക് മനസ്സിലാകാം അവര് രണ്ടാളും അവരുടെ അവസാനം അന്ത്യം മറന്നിട്ടാണ് നമ്മോട് പെരുമാറല്. അവർക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തണം എന്നാണ് അവർക്കുണ്ടാവുക. ഒരു ഭാഗം ഒഴിവാക്കിക്കാണ്, അബു ഒഴിവാക്കിക്കാണ്, ഉമ്മ ഒഴിവാക്കിക്കാണ് അല്ലേ. ഒരു ഭാഗം ഒഴിവാക്കുക, എന്ത് വന്നാലും വേണ്ടിയില്ല. അടുപ്പിൽ കുട്ടി വീണാൽ കൈയിട്ട് കാണ്ട കുട്ടിനെടുക്കും, കൈ പൊള്ളുന്നത് ഒരു ശ്രദ്ധിക്കൂല. ഒരു ഭാഗം കളയാൻ തയ്യാറായവരാണ് ഉമ്മയും. ഉമ്മഹല്ലേ, ആ പോയില്ലേ. അബവല്ലേ, വാവ് പോയില്ലേ അല്ലേ. അതിൻ്റെ ഒരു ആന്തരികമായ സൂചന
അവര് ഒരു ഭാഗം കളയാൻ തയ്യാറാണ്. ആ പേരാണ് അവർ കിട്ടുന്നത്, ഒരു ഭാഗം കളഞ്ഞിട്ട്. ഉമ്മയും ബാപ്പിയും അങ്ങനെ തന്നെ. നമുക്ക് വേണ്ടി അവർ മരിക്കാൻ തയ്യാറാവും. ഒരു കുഞ്ഞനെ ഏറ്റ് ഒരു ഉമ്മ കടലിൽപ്പെട്ട ടൈമിൽ ആ ഉമ്മ ആ കുഞ്ഞനോടുള്ള സ്നേഹം കൊണ്ട് കുറേ നീന്തിയെങ്കിലും ആ കുഞ്ഞനെ കയ്യിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു കൈ കൊണ്ട് കുറേ നീന്തി തളർന്നു. വെള്ളത്തിലേക്ക് അടിയിലേക്ക് പോകുമ്പോൾ ആ കുഞ്ഞനെ പൊക്കി പിടിക്കുകയാണ്, താൻ മരിക്കുകയാണ്. അതാണ് ഉമ്മന്റെ സ്നേഹം, ഉപ്പന്റെ സ്നേഹം. ആ സ്നേഹം കിട്ടാത്ത ആരും കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഓലെ മറക്കാൻ പാടില്ല. ഓലെ വേറൊരു പെൺകുട്ടി നമ്മളെ വരിയിൽ വന്ന് ഗണിച്ചിട്ട് മറക്കാൻ പാടില്ല. അവരാണ്. അവര് അങ്ങാടിയിൽ നിന്ന് കൊള്ളാൻ കിട്ടുന്ന സാധനമല്ല. നമ്മുടെ ഭാര്യക്ക് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അതോടുകൂടെ ഉമ്മയേക്കാൾ മുന്തിക്കാൻ പാടില്ല. ഉമ്മയെ ക്രൂശിക്കാൻ ഭാര്യ കാരണമാകാൻ പാടില്ല. അതിലേക്ക് ചെവി കൊടുക്കാനും പാടില്ല. ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളൊക്കെ നമ്മൾ നിർവഹിക്കണം. അത് വേറെ. കാരണം അവൾക്ക് നാം മാത്രമേ ഉള്ളൂ സൃഷ്ടികളിൽ. അത് ഓർത്ത് നമുക്ക് കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ ഉമ്മയെ ഒഴിവാക്കിയിട്ടൊരു ഭാര്യ, അത് അള്ളാഹു പൊരുത്തപ്പെടില്ല, പ്രകൃതിയും പൊരുത്തപ്പെടില്ല. അത് ജീവിതത്തിന്റെ അവസാനത്തെ നഷ്ടത്തിലേക്കുള്ള പടുകുഴിയിലേക്കുള്ള കാൽവെപ്പായിരിക്കും. ഉമ്മയും ഉപ്പയും അങ്ങനെ തന്നെയാണ്. ഉമ്മാൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ ഉപ്പയും അങ്ങനെ തന്നെയാണ്. ഉപ്പാൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുന്ന തലമുറ മുഴുവനും ഇതേ ബഹുമാനം കൊടുക്കേണ്ടവരാണ്. അവരുടെ ചെലവിനില്ലെങ്കിൽ നമ്മളെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ അവരെ ചെലവ് നടത്തേണ്ടതാണ്. നമ്മുടെ ഉമ്മ മരിച്ചാൽ അല്ലെങ്കിൽ ബാപ്പന്റെ ഭാര്യ മരിച്ചാൽ വേറൊരു ഭാര്യയെ കല്യാണം ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ബാപ്പക്ക് സ്വയം കഴിയില്ലെങ്കിൽ ആ കല്യാണം ചെയ്ത് കൊടുക്കൽ നമുക്ക് ബാപ്പക്ക് ആവശ്യമുള്ള ഘട്ടമാണെങ്കിൽ കല്യാണം ചെയ്ത് കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതിനുള്ള മഹറും അവർക്കുള്ള ഉമ്മന്റെ ഭാര്യക്കുള്ള ചെലവും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിധി. ഇഅഫാഫുൽ അബ് എന്ന ഒരു ബാബ് തന്നെ, ഒരു അധ്യായം തന്നെ ഫുഖഹാ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഇത് വാപ്പ കൊണ്ടിട്ടാനാക്കൂല കുട്ടികൾ ഉമ്മ മരിച്ചാൽ പിന്നെ വരി തിരക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെ തിരക്കുണ്ടാവും. അതൊന്നും പാടില്ല. അങ്ങനെ വല്ല മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ എതിരാളിയാണ് അവൻ. അള്ളാഹുവിന്റെ ഹിക്മത്തിലപ്പുറം ബുദ്ധി ഹിക്മത്ത് നിന്റെ തലയിൽ കൊള്ളൂല. ഇസ്ലാമിന്റെ എതിരിൽ പറഞ്ഞവനാണ് അവൻ. ബാപ്പന്റെ കല്യാണം കഴിച്ച ബാപ്പക്ക് ചെലവ് കൊടുക്കൽ നമ്മളെ മേല് നിർബന്ധമാണ്. ബാപ്പക്ക് ചെലവ് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്ന് നിബന്ധനയുണ്ടെങ്കിൽ ബാപ്പന്റെ ചെലവ് കൊടുക്കലും നിർബന്ധമാണ്. അവർക്ക് കഴിയില്ലെങ്കിൽ കല്യാണത്തിന് വേണ്ട മഹറിന്റെ ചെലവ് കൊടുക്കലും നമുക്ക് നിർബന്ധമാണ്. നമ്മൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് കഴിയുകയില്ലെങ്കിൽ. ഇത് ഷാഫി മദ്ഹബിൽ തർക്കമില്ലാത്ത മസലയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഉമ്മയും ഉപ്പയും വലിയ കടപ്പാടുള്ളവരാണ് നമ്മൾ. അത്രയും അനുഗ്രഹമാണ് അവർ ചെയ്തു തന്നത്. ഉമ്മ പാതിരാവിൽ നമ്മളെ ഭാര്യമാരൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. നമ്മൾ രാത്രി ഇങ്ങോട്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ കുഞ്ഞനെ മടിയിൽ വെച്ച് 2 മണിക്ക് 2:30 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ടൈം നോക്കാതെ കുഞ്ഞൻ കരയും. ആ കുഞ്ഞനെ മടിയിൽ വെച്ച് മുല കൊടുത്ത് ഇങ്ങനെ ഒരു മുല കഴിഞ്ഞാൽ അടുത്ത മുലയിലേക്ക് മാറ്റിപ്പിടിച്ച് ഇരുന്ന് മുല കൊടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉമ്മ എന്ന് നമുക്ക് ഓർമ്മ വരും. നമ്മെ അതുപോലെ സ്നേഹിച്ച് നമ്മൾ അതുപോലെ പോറ്റിയല്ലോ എൻ്റെ ഉമ്മ എന്ന് നമുക്ക് ഓർമ്മ വരും. നമ്മുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടാലും. പക്ഷെ എന്തുണ്ടായാലും വിലപിച്ച് കരയാനല്ലാതെ ഉമ്മാക്ക് കഴിയില്ല. സാമ്പത്തികമായി ഒന്നിനും കഴിയില്ല. അത് മുഴുവനും എവിടെങ്കിലും പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആള് പുറത്ത് സ്നേഹത്തെ പുറത്ത് കാണിക്കാതെ പുറത്ത് ആ കരച്ചിലൊക്കെ നിർത്തിവെച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞ് വേദനിച്ച് സമ്പത്തുണ്ടാക്കി കൊണ്ടുവന്ന് ഈ കുഞ്ഞന്റെയും ഭാര്യയുടെയും വയറ് നിറക്കാൻ കാരണമാകുന്ന ഉപ്പമാര് മാത്രമാണ്.
അതിനൊക്കെ കരയാനേ ഉമ്മക്ക് കഴിയും, ചെയ്യാൻ ഉമ്മക്ക് കഴിയില്ല. സാമ്പത്തികം ഫുള്ള് 99% ഉപ്പമാരാണ് ചെയ്യുന്നത്. ആ ഉപ്പമാർക്ക് ഒപ്പം നിൽക്കാൻ ആരുമില്ല, അവരുടെ സങ്കടങ്ങൾ പറയാനും ആരുമില്ല. അവർ സ്വയം ഉരുകി മരിക്കുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അധിക ആളുകളുടെ ഉമ്മമാരെ കാണും പിന്നെ ഉപ്പമാരാണ് മരിക്കുന്നത്. അവർക്ക് അവരുടേതായ മാനസികാവസ്ഥകൾ പങ്കുവെക്കാൻ ആരുമില്ല. മക്കള് ഉമ്മാൻ്റെ ഒപ്പമായിരിക്കും ഉണ്ടാകുക. അങ്ങനെയാണ് ഒരു പ്രകൃതി, അത് പാടില്ല. ഉമ്മയോട് 3 കടമയുണ്ട്, ഉപ്പക്ക് അതിന് ശേഷമുള്ള കടമയുണ്ട്. രണ്ടാളോടും കടമ ഉള്ളതാണ്. ഒരാളോടായിട്ട് പ്രത്യേക കടമ കാണിക്കാൻ പാടില്ല. 2 കടമ കൂടുതലുണ്ട്. ഇപ്പം 2 പാത്രം വെള്ളം ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ ഉടനെ ഉപ്പാക്ക് കൊടുക്കണം. ഉപ്പാക്ക് കൊടുത്തിട്ട് ഉമ്മാക്ക് കൊടുത്താലും തെറ്റുള്ളതൊന്നുമല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉമ്മയും ബാപ്പിയും ഒപ്പം വിളിച്ചാൽ ആദ്യം ഓടിച്ചെല്ലേണ്ടത് ഉമ്മൻ്റെ അടുത്തേക്ക്, എന്നിട്ട് ഉടനെ തന്നെ ഉപ്പൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണം. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്, മുത്തനബി പഠിപ്പിച്ചത്. ആ ഉമ്മ ഉപ്പ അത് ലോകത്ത് നമുക്ക് അള്ളാഹുലേക്കുള്ള വസീലയാണ്, മാധ്യമമാണ്. അവരെ ഖബർ സിയാറത്ത് വലിയ സുന്നത്തുള്ളതാണ്. അവർക്ക് ഫാത്തിഹ ഓതാത്ത ദിവസം നമുക്കുണ്ടാകരുത്. മരിച്ചവരാണെങ്കിൽ അവരെ വല്ലാതെ സ്നേഹിക്കണം, അവരെ കൈമുത്തണം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ എന്നാണ്. മറ്റുള്ളവർക്ക് അത് നാടൻ പെണ്ണാണെങ്കിലും എനിക്ക് നാടൻ പെണ്ണല്ല, എൻ്റെ ഉമ്മയാണ്. റബ്ബിലേക്ക് എനിക്കുള്ള മാർഗമാണ്. അൽ തന്നത്തു തഹത്ത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിൻ്റെ ചുവട്ടാണ് സ്വർഗമുള്ളത്. പല അർത്ഥം അതിനുണ്ട്. അതിലൊരർത്ഥം ഉമ്മമാരുടെ പൊരുത്തത്തിലാണ് സ്വർഗമുള്ളത് എന്നാണ്. അപ്പോൾ ഉമ്മമാര് അത് ചെറുതല്ല, ആ നിലക്ക് നമ്മൾ കാണണം. അത്രയും കൃപ ചെയ്തവരാണ്, ഗുണം ചെയ്തവരാണ്, നന്മ വിചാരിച്ചവരാണ് ഉമ്മയും ഉപ്പയും. ഉമ്മയും ഉപ്പയും അങ്ങനെയാണ്. ഒരു കുഞ്ഞന്റെ വായിൽ നിന്നൊലിക്കുന്ന വേസ്റ്റുകളൊക്കെ കൈകൊണ്ട് തുടക്കും. ആ കുട്ടിയുടെ മൂത്രോ കാട്ടോ ഒന്നും ഒരു വെറുപ്പും ഉണ്ടാവുകയില്ല. വെറുപ്പിന്റെ ഒരു പൊടിയില്ലാതെ കൈകൊണ്ട് വൃത്തിയാക്കും. അതിന്റെ പേരിൽ ആ കുഞ്ഞിനെ ക്രൂശിക്കുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് വെറുപ്പ് കാണിക്കുകയോ ചെയ്യുകയില്ല. നമ്മളെ അവസ്ഥ എന്താ? ബാപ്പാരവസ്ഥ, കുട്ടി മൂത്രിച്ചാല് ഇതൊക്കെ ഓടിയെന്നാ കുട്ടി വാത്തിക്കണെന്ന് അറിയും. നേരെ മറിച്ച് ഓള് അങ്ങനെ ഒരു ദിവസം നമ്മളെ വിളിച്ചിക്കണം, അതൊക്കെ ഓടിയെന്നാ കുട്ടി വാത്തിക്കണം, നിങ്ങളെ കൈ കൊണ്ടെന്ന് അറിയിക്കണം. അതാണ് ഉമ്മ. ഉമ്മ വല്ലാത്ത കൃപയാണ്, ഉപ്പാക്കും വല്ലാത്ത കൃപയാണ്. പക്ഷെ ആ കൃപ ഉപ്പ പ്രകടിപ്പിക്കാൻ അല്ലാഹു തആല കുറഞ്ഞേ സമ്മതിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 2 പേരും പേടിയില്ലാതായി പോകും കുട്ടിക്ക്. പിന്നെ കുട്ടിക്ക് ഒരു ബേജാറുണ്ടാവില്ല, കുട്ടി കേടുന്നു. അതിന് അള്ളാഹു വെച്ചൊരു സിറാണ്. മക്കളുള്ള എല്ലാവർക്കും അറിയാം മക്കളോടുള്ള സ്നേഹത്തിലാണെന്നുള്ളത്. ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം മക്കളോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് ഓരോരുത്തർക്കും അറിയാം. അത് ഉപ്പയാകുമ്പോഴേ മനസ്സിലാവും. അപ്പൊ അതേ സ്നേഹമാണ് എൻ്റെ ഉപ്പക്ക് എന്നോടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഏതായിരുന്നാലും എത്രയോ ഗുണങ്ങൾ, കണക്കറ്റ ഗുണങ്ങൾ ചെയ്ത ഉമ്മയും ഉപ്പയും. ആ ഉമ്മയും ഉപ്പയും ഉമ്മയാണോ ഉപ്പയാണോ തങ്ങൾ? ഉപ്പ പോലെയാണോ ഉമ്മ പോലെയാണോ തങ്ങൾ? 2 പോലെയുമല്ല, അതിലപ്പുറമാണ്. കാരണം മിഥില ഹുസ്നിക മാ റഅയ്ന, തങ്ങളെ പോലത്തെ ഗുണം ചെയ്യൽ നമ്മൾ കണ്ടിട്ടില്ല. ഫീഹിമ, ആ ഉമ്മയിലും ഉപ്പയിലും. സയ്യിദി, എൻ്റെ നേതാവായ മുത്തുനബിയെ, ഖൈറൻ നബി, നബിമാരിൽ ഏറ്റവും ഉത്തമരായവരെ. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. എങ്ങനെയാണ് ഉമ്മയോടും ഉപ്പയോടും തുല്യമാക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. ദുനിയാവിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആഖിറത്തിൽ ഉമ്മയും ഉപ്പയും ഉണ്ടാവോ രക്ഷപ്പെടുത്താൻ? യൗമ യഫിറുൽ മർഉ അൻ അഖീഹി മിൻ അഖീഹി വസ്വാഇബതിഹി വബനീഹി അൻ ഉമ്മിഹി ഉമ്മിഹി വഅബീഹി. അത് വാദാഞ്ഞി
ഉമ്മ മകനെ തൊട്ടും ഓടും, മകൻ ഉമ്മയെ തൊട്ടും ഓടും, മകളെ തൊട്ടും ഓടുന്ന ഒരു ദിവസമുണ്ട്. ആഖിറത്തിൽ കൈതരാൻ മാക്കുപ്പാക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കഴിവ് ആർജിച്ചവർക്ക് കഴിയില്ല എന്നല്ല, 90% കഴിയില്ല. എന്നാൽ പരലോക വിജയമാണ് യഥാർത്ഥ ജീവിതം. ലഹിയൽ ഹൈവാൻ, അതാണ് ആഖിറമാണ് യഥാർത്ഥ ജീവിതം. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ജീവിതം ചെറിയ ജീവിതമാണ്. ഇതിലേക്കുള്ള ഗുണങ്ങളും വളർച്ചയും നന്മകളുമാണ് ഉമ്മ ഇപ്പോഴും ചെയ്തു തന്നത്. ഉമ്മയോടും ഉപ്പയോടും തുല്യമാക്കാൻ തങ്ങളെ പറ്റുകയില്ല. തങ്ങൾ ദുനിയാവിന്റെ ഗുണങ്ങൾ ഫുൾ തന്നതിന്റെ പുറമെ, പറഞ്ഞു തന്ന് ഉപദേശിച്ചു തന്നതിന്റെ പുറമെ ആഖിറത്തിന്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആഖിറത്തിലും ഗുണം ചെയ്യുന്നവരാണ് തങ്ങൾ. ആഖിറത്തിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പുള്ളത് തങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഉറപ്പില്ല, കിട്ടാൻ സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ. അതാണ് പറയുന്നത്, ഉമ്മ എങ്ങനെയാകാ, ഉപ്പ എങ്ങനെയാകാം, അന്ത മുഞ്ചീന, തങ്ങൾ നമ്മളെ രക്ഷിക്കുന്നവരാണ്. രക്ഷിക്കുന്നവർ, മുഞ്ചി എന്ന് പറഞ്ഞാൽ രക്ഷിക്കാം, മുഞ്ചീത് പറഞ്ഞാൽ സഹായിക്കുക. മുഞ്ചീതും മുഞ്ചി ഒന്നാക്കണവരുണ്ട്. ഒന്ന് മുഞ്ചി 5 ഇഞ്ചി ഇഞ്ചാകുമ്പോ മുഞ്ചി, അത് വേറെ 5 ഇഞ്ചിത് ഇഞ്ചാതും പോ മുഞ്ചിത്. മുഞ്ചിത് പറഞ്ഞാൽ സഹായിക്കുക, മൊഴീൻ എന്ന അർത്ഥത്തിനാണ്, നാസുറിന്റെ അർത്ഥത്തിനല്ല, മൊഴീൻ സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിനാണ്. ഇതല്ല, നബിതങ്ങൾ സഹായിക്കുന്നവർ തന്നെയാണ്. അതെല്ലാം രക്ഷപ്പെടുത്തുക, അതാണ് സഹായത്തിനേക്കാൾ വലിയത്, അല്ലെങ്കിൽ സഹായത്തിന്റെ കൂട്ടത്തിൽ വലിയത്. രക്ഷപ്പെടുത്തുന്നവരാണ്. ആരെ? ഞങ്ങളെ. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിമിനെയോ അമുസ്ലിമിനെയോ. എന്നാൽ എന്താണ് ആ പദം? പലതിനും സാധ്യതയുണ്ട്. സൃഷ്ടികളെ മുഴുവനും, മനുഷ്യകുലത്തെ മുഴുവനും രക്ഷപ്പെടുത്തുന്നവരാണ് എന്ന് വെക്കാം. എന്താണെങ്കിൽ മഹ്ശറയുടെ ആദ്യഘട്ടമാണെങ്കിൽ, മഹ്ശറയുടെ ആദ്യഘട്ടത്തിൽ ആയിരങ്ങളോളം കൊല്ലം, ആയിരക്കണക്കിന് കൊല്ലം വരെ നൃത്തം നിന്ന് കഷ്ടപ്പെട്ട് ആളുകൾക്ക് ഇതിൽ നിന്ന് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഒരു തീരുമാനമാക്കി തരണമെന്ന്, ഈ നൃത്തം നിൽക്കാൻ കഴിയില്ല എന്ന നിലക്ക് ചെമ്പ് പോലെ അല്ലാഹു തആല ആക്കി തീർത്ത ഭൂമിയെ മണ്ണല്ലാത്ത മറ്റൊന്നാക്കി തീർക്കുന്ന ദിവസം നിൽക്കുന്ന തറ, അത് ചെമ്പിൻ്റെതാണെന്നും അതല്ല പറ്റു പലതാണെന്നും പല തഫ്സീറുകളിലും കാണാം. ഈ ആയത്തിനെ നോക്കിയാൽ ആ തറയിൽ നിന്ന് കാലുപൊള്ളി വേർപ്പിൽ മുഴുകി കൊല്ലങ്ങളോളം കഴിയുമ്പോൾ ആരാരും മരിക്കൂല, ജീവിക്കൂല എന്ന മാതിരിയുള്ള അവസ്ഥയാണ് ആ മഹ്ശറയുടെ ഘട്ടം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദദ് ഉണ്ടാവട്ടെ നമുക്ക്. അള്ളാഹുവിന്റെ റസൂൽ എന്നോട് അന്ന് മൂസാ നബിന്റെ അരികിലും ഈസാ നബിന്റെ അരികിലും ആദം നബിന്റെ അരികിലൊക്കെ പോകുമെന്നും അവിടെ നിന്ന് സഹായം തേടുമെന്നും ഹദീസിൽ, ബുഖാരിയുടെ ഹദീസിൽ കാണാം. അവിടെ വെച്ച് സഹായം തേടൽ ശിർക്കില്ല വഹാബികൾക്ക്. അത് ബുഖാരിന്റെ ഹദീസിൽ വന്നത് അവരെന്നെ റിപ്പോർട്ട് ചെയ്യണതാണ്. അത് ആഖിറത്തിലല്ലേ? ആഖിറത്തിലായിട്ട് ശിർക്കയ്യല. ശിർക്ക് ദുനിയാവിലും ആഖിറത്തിലും പാടില്ല. അത് ആഖിറത്തിലല്ലേ ശിർക്കയാണ്. സങ്കടപ്പെടാൻ എന്ത് അള്ളാഹിനോടാണ് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായി. അവിടുന്ന് അനക്ക് ഇജ്ജ് വലിയ ഷെയ്ഖാണെങ്കിൽ അനക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായനെ. ഒരൊറ്റ നബിമാര് പോലും പറയാൻ തയ്യാറാകാത്ത ദിവസം എന്നാ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതിൽ മുത്തുനബിന്റെ അരികിലേക്കാണ് എല്ലാവരും ചൂണ്ടുക. മുത്തുനബിന്റെ അരികിൽ എത്താനാണ് തോന്നുക. ഇവിടുന്ന് പഠിച്ച അറിവൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഓരോരുത്തർ, ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ മുത്തുനബിയാണ്, ആദ്യം തന്നെ നബിന്റെ അടുത്ത് കണ്ട് പോയപ്പോരെ. അത് അന്ന് ഓർമ്മ ഉണ്ടെങ്കിലല്ലേ, എല്ലാം ഓർമ്മ ഉണ്ടെങ്കിലല്ലേ. പഠിച്ച ഞാൻ പഠിച്ചിരിക്കണ അന്തല്ലാഹു മുഹമ്മദ് നബി ഇങ്ങനെ കാണാൻ പഠിച്ചിട്ടൊന്നും കബറിൽ ഓർമ്മാവില്ല. അത് അള്ളാഹുവിന്റെ മഹദ് ബദലന് വേണം. നമ്മൾ ഉമ്മാനെ പോലെ പഠിച്ചിക്കണല്ലോ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഗർഭാത്രത്ത് കഴിഞ്ഞിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ആയത് മീത്താ കഴിഞ്ഞിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഓർമ്മ ഉള്ളവരുണ്ട്. വലിയ കുറഞ്ഞ ആളുകൾക്കാണ് ഓർമ്മയിൽ അള്ളാഹു തആല കൊടുത്തത്. ജീലാനി തങ്ങൾക്ക് ഓർമ്മയിലുണ്ട്, സയ്യിദി അഹമ്മദുൽ ബദവി തങ്ങൾക്ക് ഓർമ്മയിലുണ്ട്. അവർ പറയുന്നത് കാണാം. നമ്മളെ ഓർമ്മയിൽ അങ്ങനൊന്നും വെച്ചിട്ടില്ല. നമുക്ക്
ആകെ ഓർമ്മയാണ് കുട്ടിക്കാലത്ത് ചെറിയ ആവുമ്പോൾ മൊബൈൽ കിട്ടിയതും അയിമ കളിച്ചതും ഒക്കെ ഓർമ്മയാണ്. പെറ്റേക്കന് മൊബൈൽ കിട്ടിയല്ലേ. അപ്പോൾ ഒന്നും ഓർമ്മയിലില്ല. അതും ആഖിറത്തിലും ഇവിടുന്ന് പഠിച്ചതും ഒന്നും ഓർമ്മയിലുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ മുത്തുനബിയുടെ അടുത്തേക്ക് പോയിക്കൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ പൊട്ടത്തരമുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ സംഭവിക്കാൻ പോകുന്ന അള്ളാഹു തീരുമാനിച്ചത് അങ്ങനെയാണ്, അതേ ഓർമ്മയിൽ വരികയുള്ളൂ. അങ്ങനെ മുത്തുനബിന്റെ അരികിലെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലെത്തുമ്പോൾ തങ്ങൾ ശഫാഅത്ത് ചെയ്യണം, തങ്ങൾ ശഫാഅത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ശഫാഅത്തിന് അല്ലാഹു തആല സമ്മതം കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ നബിയെ തങ്ങൾ ശഫാഅത്ത് ചെയ്തോളൂ, തങ്ങളെ ശഫാഅത്ത് സ്വീകരിക്കാം. അതാണ് ശഫാഅത്ത്. ഒരു ശഫാഅത്ത് ഇറാഹത്തുൽ മൗഖിഫിന്റെ ശഫാഅത്ത് എന്നും അതിന്റെ പേര് ശഫാഅത്തുൽ ഉളുമ എന്നുമാണ്. ആ ഭയാനകമായ നൃത്തത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനമെടുത്ത് അയക്കണമെന്ന് ആവശ്യപ്പെടാൻ, അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ തയ്യാറാകാൻ ഒരാളില്ല. എല്ലാവരും പേടിയിലാണ്, എല്ലാവരും ബേജാറിലാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു എനിക്ക് സുജൂദ് ചെയ്യാൻ സമ്മതം തരും, ഞാൻ സുജൂദ് ചെയ്യും. ആ സുജൂദ് ചെയ്ത് ഇർഫഅ റഅസക യാ മുഹമ്മദ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത അത്ര ഘനമുള്ള സുജൂദ് ലോകത്ത് ആരും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഷക്കൂർ എന്ന പേരുള്ളവരാണ് മുത്തുനബി. ഏറ്റവും അള്ളാഹുവിന് വഴിപ്പെട്ടവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണത്തിൽ ഒരു പക്ഷെ കൂടുതലുണ്ടായേക്കാം, അതുകൊണ്ട് വണ്ണമില്ല. അവിടുത്തെ ടൈമുകൾ മുഴുവനും അള്ളാഹുവിന്റെ സുജൂദിൽ ചെലവഴിച്ചവരാണ്. എത്രയോ രാത്രികൾ, എത്രയോ മണിക്കൂറുകൾ സുജൂദിൽ കടന്ന് നബി തങ്ങൾ വഫാത്തായി പോയോ എന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് സയ്യിദത്തുനാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും. അങ്ങനത്തെ ആ നബിനോട് പറയുന്നു, തങ്ങൾ തല ഉയർത്തി ചോദിച്ചോളൂ. സുജൂദിൽ നിന്ന് തലപൊക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ചോദ്യത്താലാണ് പിന്നെ ഹിസാബിലേക്ക് അള്ളാഹു തആല വിചാരണയിലേക്ക് ഒരുങ്ങുക. ഇത് സഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ്. ഒരു മുസ്ലിം ആണെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യവുമാണ്. ആ രംഗത്തില്, ആ രക്ഷപ്പെടുത്തുന്നതില് മുസ്ലിമീങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരുണ്ട്. അപ്പൊ തങ്ങളുടെ ഷഫാഅത്തിനാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞാൽ സൃഷ്ടികളാകമാനം എന്നാണ് ഞാൻ എന്ന് പറഞ്ഞത്. അതിന് ഷഫാഅത്തുൽ ഉളുമ എന്നാണ്. ചിലർ ദുആ ചെയ്യുമ്പോൾ പടച്ചവനെ ഞങ്ങൾക്ക് ഷഫാഅത്തുൽ ഉളുമ തരണേ എന്ന് പറയാറുണ്ട്. അത് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഷഫാഅത്തുൽ ഉളുമ എല്ലാവർക്കും കിട്ടും, അമുസ്ലിമിനും കാഫിറിനും എല്ലാവർക്കും കിട്ടും. ആ രംഗം എല്ലാവർക്കും ഉള്ളതാണെന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പിന്നെ അത് തരണേ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. മറ്റു ഷഫാഅത്തുകളാണ് കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളത്. ഈ ഷഫാഅത്തുൽ ഉളുമ തരണേ എന്ന് ഭാഷാർത്ഥത്തിലല്ലാതെ ഈ സാങ്കേതിക ഷഫാഅത്തുൽ ഉളുമ, ഈ ഷഫാഅത്തുൽ ഉളുമയാണ് ഏറ്റവും വലിയ ഷഫാഅത്ത്. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടുമെന്നും അതാണ് മഖാമുൽ മഹ്മൂദ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് മഖാമുൽ മഹ്മൂദിനെ കൊടുക്കാൻ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. അത് അങ്ങനെ ദുആ ചെയ്താൽ അത് ആ ഒരു മദദ് നമുക്ക് ലഭിക്കുമെന്നും മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അല്ലത്തു ലഹു ശഫാഅത്തി. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിനാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തും പറഞ്ഞാൽ ജനങ്ങളെ ഒന്നായിട്ട് രക്ഷപ്പെടുത്തും എന്നാണെങ്കിൽ പിന്നെ ഇവിടെ മുസ്ലിം എന്ന് വെക്കേണ്ട ആവശ്യമില്ല. അന്ത മുൻജീന ഗദ, അന്ത തങ്ങൾ മുൻജീന ഞങ്ങളെ രക്ഷപ്പെടുത്തും ഗദൻ നാളെ. അതല്ല മുൻജീന എന്ന് പറഞ്ഞത് മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ, നരകത്തിൽ നിന്ന് രക്ഷിക്കുക ആണെങ്കിൽ അത് മുഅ്മിന് മാത്രമുള്ള ശഫാഅത്താണ്. അത് രണ്ടിനമുണ്ട്. ഒന്ന് നരകത്തിൽ കടന്നവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കല്, ഒന്ന് നരകത്തിൽ കടക്കാത്തവനെ കടന്നു പോകാനെ തൊട്ട് രക്ഷപ്പെടുത്തൽ. അല്ലാഹു അത് നമുക്ക് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹവും ഇത്തരം പരിപാടികളൊക്കെ അതിനെ അള്ളാഹു കാരണമാക്കി തരട്ടെ. നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയും, തങ്ങൾക്ക് കഴിയും, തങ്ങൾക്ക് കഴിയും. ഷഫാഅത്ത് അബുലന നമ്മൾ പറയലുണ്ടല്ലോ, ഷഫാഅത്ത് തരണേ. നരകത്തിൽ കടന്നു പോയാൽ
മുത്തുനബിൻ്റെ കൈ അള്ളാഹു നമുക്ക് തരട്ടെ. കടക്കലിനെ തൊട്ടുള്ള സംരക്ഷണം അള്ളാഹു തആല തരട്ടെ. അന്തമുഞ്ചീന ഓതാ. അപ്പോൾ അങ്ങനത്തെ ആ ഷഫാഅത്താകാനും സാധ്യതയുണ്ട്. മിൻ ഷഫാഅത്തിക എന്ന് പറഞ്ഞു. തങ്ങൾക്ക് 20-ലേറെ ഷഫാഅത്തുണ്ട്. വർഗം കൊണ്ട് തന്നെ 6-ലേറെ ഷഫാഅത്ത് ആയത്തുൽ ബയാൻ പോലുള്ള കിതാബിൽ അഹ്മദുർ റംലി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദാബ് നരകത്തിൽ കടന്നവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുമ്പോൾ അദാബിനെ കുറച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അദാബ് കുറച്ചു കൊടുക്കണോ, എനിക്ക് അവനെ വലിയ ശിക്ഷിക്കരുതെന്ന് പറയാം. അങ്ങനെ ഒരു ഷഫാഅത്ത് നരകത്തിൽ നിന്നുണ്ട്. അവനെ അദാബ് ചെയ്യരുതെന്ന് പറയാം, അവനെ നരകത്തിൽ കടത്തരുതെന്ന് പറയാം. ഒക്കെ റസൂലുള്ളാഹിന്റെ ഷഫാഅത്താണ്. ആ മുസ്ലിമിന് വരെ നബിയുടെ ഷഫാഅത്തും. ഇമാം അഹ്മദുർ റംലി തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിമിനിക്ക് ശിക്ഷ കുറക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഷഫാഅത്ത് ചെയ്യുമെന്ന്. മുസ്ലിങ്ങൾക്ക് വേണ്ടി വരെ ഷഫാഅത്തുണ്ട്. നബിയുടെ ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്ത മുസ്ലിമീങ്ങൾക്ക്, കള്ളും പെണ്ണുമില്ലാതെ സൂക്ഷ്മമായി ജീവിച്ച മുസ്ലിമീങ്ങൾക്ക്, മുത്തുനബിനെ തെറി പറയാതെ കല്ലെറിയാതെ ജീവിച്ച മുസ്ലിമീങ്ങൾക്ക്, മുത്തുനബിനെ സ്നേഹിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത മുസ്ലിമീങ്ങൾക്ക് അവർക്കും ഷഫാഅത്തും ശിക്ഷ കുറയാൻ വേണ്ടി. അബൂലഹബിനിക്ക് സുവൈബത്തിനെ മോചിതയാക്കിയ കാരണത്താൽ സുവൈബത്ത് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ നിന്ന് അബൂലഹബിന് ശുദ്ധപാനം ലഭിക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ അവരുടെ അനുജനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അബൂലഹബ് നരകത്തിലാണെന്നുള്ള യാതൊരു സംശയവുമില്ല, സ്വർഗ്ഗമില്ല. പക്ഷേ അല്പം ശുദ്ധജലം കിട്ടുക എന്ന് പറഞ്ഞത് തീയിൻ്റെ ഉള്ളിൽ എന്താണ് അതിൻ്റെ ഗൗരവം? ഏതെങ്കിലും തീയല്ലല്ലോ. ഇവിടുത്തെ തീയിൻ്റെ 70 ഇരട്ടി തീയാണ് നരകം. കറുത്ത കളറിലുള്ള തീയാണ്. വയൽ ആന മുസ്ലിമത്തും സൗദാ. ഇപ്പോൾ അത് കറുത്തിരുണ്ട ലോകമാണ്. നമ്മളിപ്പോ തീയിന്റെ ശക്തിക്കനുസരിച്ചുണ്ടായിരിക്കും. ഇവിടെ ഇപ്പൊ തീയിനെ കെടുത്താൻ ഉപയോഗിക്കല് വെള്ളമാണ്. എന്നാൽ വെള്ളം ഇന്ധനമാകുന്ന തീയുണ്ട്. സൂര്യനിലെ തീ, അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ തീ കത്തും. ആ വെള്ളം കത്തുന്നതാണ്. എന്നാൽ വെള്ളം മാത്രമല്ല, കല്ലും മണ്ണും ഇന്ധനമാകുന്ന തീകളുണ്ട്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വഖൂദുഹന്നാസു വൽ ഹിജാറ. കല്ല് കത്തുന്ന തീയാണ് കേട്ടോ നരകം. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഈ ആശയം പറഞ്ഞത് കാണാം. സാധാരണ തീയിൽ വെച്ച് കിബിരീത്ത് എന്ന് പറയുന്ന കല്ല് കത്തുമെങ്കിൽ അതുപോലെയാണ്, കിബിരീത്ത് പോലെയാണ് എല്ലാ കല്ലുകളും നരകത്തെ കൊള്ള നോക്കുമ്പോൾ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ കൊടുത്തത് അവിടുത്തെ തസ്വീറുൽ മിഖ്യാസിലും മറ്റു പല സ്ഥലത്തും കാണാവുന്നതാണ്. അപ്പോൾ കല്ല് നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ അത് കരിയും. അത് കത്തിയാളും. അത് നരകത്തിന് ഇന്ധനമാണ്. ഇത് ശാസ്ത്രം നിഷേധിക്കാത്തൊരു കാര്യമാണ്. തീയിനനുസരിച്ചാണ് സാധനത്തെ കത്തിക്കുക എന്നതാണ് ശാസ്ത്രത്തിന്റെ നിലപാടുള്ളത്. വെള്ളം കൊണ്ട് തീ കെടുത്താൻ കഴിയുകയില്ല. പെട്രോളൊക്കെ കത്തിയാണെങ്കിൽ വെള്ളം കൊണ്ട് കെടുത്താൻ പ്രയാസമാണ്. വെള്ളം കൊണ്ട് ആളുകയാണ് ചെയ്യുക. മണ്ണ് കൊണ്ടാണ് കെടുത്തുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഷഫാഅത്ത്, നരകത്തിൽ കടന്നവർക്കുള്ള ഷഫാഅത്ത്, അത് വല്ലാത്ത ഷഫാഅത്താണ്. നമ്മൾ എന്തിനു വേണ്ടി പടക്കപ്പെട്ടു നമുക്കറിയില്ല. നരകത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മുത്തുനബിനെ അല്ലാഹു തആല അവിടുത്തെ ഷഫാഅത്തിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരും. അവിടുന്ന് കൈവിട്ട് രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 കൊല്ലം നരകത്തിൽ കടന്ന് യാ സുബ്ബൂഹ് യാ ഖുദ്ദൂസ് യാ ഹന്നാൻ 1000 കൊല്ലം കമഴ്ന്ന് കടന്ന് നരകത്തിൽ നിന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് ഇമാം ഷഹറാനി തങ്ങൾ അവിടുത്തെ മുഖ്തസർ തസ്കിറത്തുൽ ഖുർത്തുബിയിൽ പറയുന്നെങ്കിൽ എത്ര കൊല്ലമാണ് നരകത്തിലെ അവസ്ഥ. പക്ഷേ റസൂലുള്ളാഹിനെ അല്ലാഹു കേൾപ്പിക്കൂല. റസൂലുള്ളാഹ് കേട്ടാൽ റസൂലുള്ളാഹിക്ക് സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ കഴിയില്ല. അവിടുത്തെ ഉമ്മത്തിലൊരു മെമ്പർ നരകത്തൊക്കെ കൊണ്ടുകൊണ്ട്
ഞാൻ ഒരിക്കലും വരുത്തപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂലിലേക്ക് അല്ലാഹു തആല തങ്ങളെ പൊരുത്തപ്പെടുത്തും, തൃപ്തിപ്പെടുത്തുമെന്ന് ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് എന്താണ്? ഞാൻ തൃപ്തിപ്പെടൂല. എന്റെ ഉമ്മത്തിലൊരു മെമ്പർ പിന്നാർ നരകത്തിലായിട്ട് എനിക്ക് പൊരുത്തല്ല, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ പൊരുത്തപ്പെടൂല. അശ്ശറയിൽ റസൂലുള്ളാഹിനെ അറിയിക്കാതെയാണ് നരകത്തിൽ ആളുകൾ കടക്കുക. റസൂലുള്ളാഹിനെ അറിയിച്ചാൽ ശഫാഅത്ത് ചെയ്യും, ഉറപ്പാണ്. എന്നല്ല നരകത്തിൽ നിന്ന് മുഹമ്മദ് എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ അങ്ങനെ ഒരു പദം പറയാൻ അവർക്ക് കഴിയില്ല. കൊല്ലങ്ങളോളം കഴിഞ്ഞ് നരകത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന ടൈമിൽ ജിബ്രീൽ അവരരികിലേക്ക് ചെല്ലിട്ട് നിന്നിട്ട് നിങ്ങൾ ആരാകുന്നു? ഞങ്ങൾക്ക് അന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജിബ്രീലാണ്. ഏത് ജിബ്രീൽ? മുഹമ്മദ് നബി തങ്ങൾക്ക് വഹി കൊണ്ടുവന്നു വരുന്ന ജിബ്രീൽ എന്ന് പറയുമ്പോഴാണ് അന്ന് മുസ്ലിമിന്റെ മനസ്സിൽ മുഹമ്മദ് എന്ന ഓർമ്മ വരിക. അതുവരെ അള്ളാഹു മറപ്പിച്ചു കളയും. മുഹമ്മദ് എന്ന് വിളിച്ചാൽ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല, പക്ഷേ അതുവരെ മറന്നുപോകും. അപ്പോൾ പിന്നെ കരച്ചിൽ നിർത്തി. മുഹമ്മദ് എന്ന പേര് കേട്ടപ്പോ വാ മുഹമ്മദാ, വാ മുഹമ്മദാ, വാ മുഹമ്മദാ, ഞങ്ങളെ നബിയേ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുന്ന മുഅ്മിനീങ്ങളുടെ ശബ്ദം സ്വർഗത്തിലേക്ക് കേൾക്കുമ്പോൾ തങ്ങളുടെ താജ് എടുത്തു വെച്ച് തങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുത്തപ്പെടുന്നവരുമുണ്ട്. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ആ ശഫാഅത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. അതും നബിയുടെ ശഫാഅത്താണ്. കാഫിർ നബിന്റെ ശഫാഅത്തുണ്ട്. അങ്ങനെ പലയിനും ശഫാഅത്തുണ്ട്. 20 ചിലാൻ എണ്ണിയവരുണ്ട്, 6 ചിലാൻ എണ്ണിയതുണ്ട്. അതെല്ലാം ഒത്തൊരുമിച്ച് സംസാരിക്കാൻ കഴിയുന്ന നമുക്ക് കഴിയും. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് എവിടെയെങ്കിലും പറഞ്ഞതല്ല. തുർമുദിയുടെ ഹദീസിൽ, നസായിയുടെ ഹദീസിൽ, ബൈഹഖിയുടെ ഹദീസിൽ, സിയാഉസിത്തിന്റെ ഹദീസിന്റെ കിതാബുകളിൽ നിറഞ്ഞു കിടക്കുന്ന വിഷയമാണ് ശഫാഅത്ത്. അത് നിഷേധിക്കുന്ന ഈ ഭാഗമാണ് വഹാബികൾ. എല്ലാം നിഷേധിക്കുന്ന കൂട്ടത്തിൽ അത് നിഷേധിക്കുന്നതിൽ നമുക്കൊരു പുത്തിരിയായി തോന്നുന്നില്ല. എന്തോ ആയിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചെറുതല്ല. ഇത് ശഫാഅത്തുൽ ഉമ്മയാണോ അതല്ല മറ്റുള്ള ശഫാഅത്തുകളാണോ എന്നതിലേ നമുക്ക് സംശയമുള്ളൂ. നമ്മളിതിനെ ഷഫാഅത്ത് സൂറയാക്കും. നബിയുടെ ഷഫാഅത്തുകൾ ഏതെല്ലാം ഷഫാഅത്തുകളുണ്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഷഫാഅത്തുകൾ ഏതെല്ലാം ഉണ്ടോ, നമുക്ക് ആവശ്യമുള്ള ടൈമിൽ അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. അന്ത മുൻജീന, തങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. മുൻജീന മിൻ ഷഫാഅത്തിക, തങ്ങളുടെ ഷഫാഅത്തിനാൽ, ഷഫാഅത്ത് കാരണത്താൽ, മിന്ന് സബബിയാക്കിയിട്ട്, അല്ലെങ്കിൽ തഅലീലി എന്ന് പറയും, മിന്ന് കാരണമായി, ഷഫാഅത്ത് കാരണമായി രക്ഷപ്പെടുത്തും. ഓതൽ നാളെ, ഒത് എന്ന് പറഞ്ഞാൽ അതിന് 3 പ്രയോഗമുണ്ട്. ഒന്ന് വരാൻ പോകുന്ന കാലം എന്നർത്ഥം, ഒന്ന് ആഖിറം എന്നർത്ഥം, ഒന്ന് അതിന്റെ കറക്റ്റ് ഭാഷാപരമായ ഒത് ഏതാണ്? നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസത്തിന്റെ തൊട്ടരികിലുള്ള പകൽ, ഇതാണ് ഒത് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഒത് എന്ന് പറഞ്ഞാൽ നാളെ സുബഹിന്റെ ശേഷമുള്ള ടൈം. ഇതിപ്പോ പകലാണ് ഞാൻ പറയുന്നതെങ്കിൽ, കഴിഞ്ഞ പകലിലാണ് പറയുന്നതെങ്കിൽ ഒത് എന്ന് പറഞ്ഞാൽ നാളെ സുബഹിന്റെ ശേഷമുള്ള പകൽ, രാത്രിയും കഴിഞ്ഞിട്ടുള്ള പകൽ, സംസാരിക്കുന്ന ടൈമിന്റെ തൊട്ട് പിറകിലുള്ള പകൽ, ഇതാണ് ഒത് എന്ന് പറഞ്ഞാൽ. ചിലവര് അറിയില്ല, നവൈത്തു സോമഹദി എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ഒക്കെ നാളത്തെ നോമ്പല്ലേ, ഇന്നത്തെ നോമ്പല്ലല്ലോ, നാളത്തെ നോമ്പല്ലല്ലോ. അത് ഒതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടും നാളെ എന്നുള്ളതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടും മിൻ ഷഫാഅത്തിക, തങ്ങളുടെ ഷഫാഅത്തിനാൽ, തങ്ങളുടെ ഷഫാഅത്ത് എന്നുള്ള ബഹുമാനം അത് ചെറിയതല്ല. മറ്റ് അമ്പിയാക്കന്മാരുടെ ഷഫാഅത്ത് പോലെയോ മലായിക്കത്തിന്റെ ഷഫാഅത്തുണ്ട്, ഔലിയാക്കൾക്ക് ഷഫാഅത്തുണ്ട്. ഇതൊക്കെ ഹദീസിൽ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. തുർമുദിയുടെ ഹദീസിലും മറ്റൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒത്തിരി ഹദീസുകളിൽ ഷഫാഅത്ത് വന്നിട്ടുണ്ട്. ഷഫാഅത്തുൽ അംബിയാഉ വൽ ഔലിയാഉ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഷഫാഅത്തില്ല എന്ന് പറയുന്നവൻ ഇസ്ലാമിന്റെ പുറത്താകാനാണ് സാധ്യത.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ നിന്ന് ഇത് ഷഫാഅത്തുൽ ഉളുമയാകാൻ സാധ്യത കുറവാണെന്ന വലിയ തുർസാഹ് പറയുന്നു. അതെങ്ങനെ അതിൻ്റെ പോയിന്റ് മനസ്സിലായില്ല. ഏതായിരുന്നാലും ഏതുമാകാം ഏറ്റവും നല്ലത് നമ്മുടെ നമുക്ക് ചെയ്യുന്ന മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന ഷഫാഅത്ത്. നരകത്തിൽ നിന്ന് കഴിച്ചിലാവാൻ ഷഫാഅത്ത് ചെയ്യും. ജീവിതകാലത്ത് ഇപ്പോൾ നമ്മൾ ജീവിക്കല്ലേ, ഈ ജീവിതകാലത്ത് നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ നബിയോട് പറഞ്ഞാൽ നബി തങ്ങൾ ഷഫാഅത്ത് ചെയ്യും. അതുപോലെ തന്നെ മരിക്കുന്ന ടൈമിൽ അവിടുന്ന് ഷഫാഅത്ത് ചെയ്യും. അതുപോലെ തന്നെ തഖ്ഫീഫുൽ അദാബിൽ ഖബറിൽ അവിടുന്ന് ഷഫാഅത്ത് ചെയ്യും. അതുപോലെ തന്നെ ഖബറിലെ രംഗങ്ങളിൽ അവിടുന്ന് ഷഫാഅത്ത് ചെയ്യും. അതുപോലെ തന്നെ മഹ്ശറിൽ അവിടുന്ന് എത്രയോ ഷഫാഅത്തുകളുണ്ട്. അങ്ങനെ കുറേ ഷഫാഅത്തുകളുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ കോടാനകോടി ഷഫാഅത്തുണ്ട്. കോടാനകോടി ഷഫാഅത്തുണ്ട്. വർഗം പറയുകയാണെങ്കിൽ 6 7 ഷഫാഅത്തുണ്ട്. ഇനങ്ങളെ പറയുകയാണെങ്കിൽ 20-ലേറെ ഷഫാഅത്തുണ്ട്. ഇതെല്ലാം ഇമാമിങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. അല്ലാഹു തആല നമുക്ക് മുത്തുനബിന്റെ ഷഫാഅത്ത് തരട്ടെ. അതിൽ മുസ്ലിമീങ്ങൾക്ക് വരെ ഷഫാഅത്തുണ്ടെന്ന് അഹ്മദുർ റംലി തങ്ങൾ ആയത്തുൽ ബയാൻ ബിശർഹി സുബദി ബിൻ റുസ്ലാൻ എന്ന കിതാബിൽ ഷഫാഅത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വക പറഞ്ഞതല്ല, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഷഫാഅത്ത് കിട്ടാൻ നരകത്തിലെ ഗൗരവം തീരാൻ വേണ്ടി അവർ ശിർക്ക് ചെയ്തതല്ലേ, അവർക്ക് സ്വർഗ്ഗമില്ല, അവർക്ക് ഷഫാഅത്ത് കിട്ടും. റസൂലുള്ളാഹി മുത്തുനബിനെ മധു പറഞ്ഞ ആ മുസ്ലിമിനിക്ക്, മുത്തുനബിനെ കല്ലെറിയാത്ത ആ മുസ്ലിമിനിക്ക്, കള്ളുടിക്കാത്ത പുള്ളെറിയാത്ത തമ്മാടിത്തരം ചെയ്യാത്ത ആള് ആ മുസ്ലിമീങ്ങൾ ഉണ്ടാവും. ഓൽക്കൊക്കെ അതിന്റെ ഫലം അനുഭവിക്കും. അതൊക്കെ റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് അതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പക്ഷെ സ്വർഗത്തിൽ കടത്തുകയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് അതുകൊണ്ട് അതിൽ മുത്തുനബി തങ്ങൾ ഇടപെടുകയില്ല. നാം മുത്തുനബി എങ്ങാനും ഇടപെട്ടാൽ നരകത്തിൽ കടന്ന കാഫിറും സ്വർഗത്തിൽ കടക്കും. പക്ഷെ ഇടപെടുകയില്ല തങ്ങൾക്ക് എന്ന് ഞാൻ എൻ്റെ വക പറയല്ല. സൈനി ദാലാൻ തങ്ങൾ അവിടുത്തെ സീറത്തു നബവിയിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് തങ്ങളെങ്ങാനും ഇടപെട്ടാൽ രക്ഷപ്പെടും, പക്ഷെ ഇടപെടുകയില്ല. സൂലത് മാനിച്ച് തങ്ങൾ രക്ഷപ്പെടുക, അമുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശഫാഅത്ത് ചെയ്യുകയില്ല. ഇത് എൻ്റെ വകയല്ല പറഞ്ഞത്. മിൻ ഷഫാഅത്തിക സഫാ, സാഫിയായ കളങ്കമില്ലാത്ത ഷഫാഅത്ത്, സാഫിയത്തായ ഷഫാഅത്ത്. അത് വല്ലാത്തൊരു ഷഫാഅത്താണ്. ഇവിടെ ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നൊക്കെ എൻ്റെ പാർട്ടിക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും ഫായിദ കിട്ടും, എനിക്ക് കൈമടക്ക് കിട്ടും, അല്ലെങ്കിൽ ഇന്നവിടുത്തെ ഫലം കിട്ടും, അങ്ങനെയാണ് ഇവിടുത്തെ റെക്കമെൻഡുകൾ മുഴുവനും. മുത്തുനബിന്റെ റെക്കമെൻഡ് അതല്ല. ആത്മാർത്ഥമായ സാഫിയത്തായ കളങ്കമില്ലാത്ത, ഒരു ലക്ഷ്യവുമില്ല, രക്ഷപ്പെടലല്ലാതെ ഒരു ലക്ഷ്യവുമില്ല, അങ്ങനത്തെ ഷഫാഅത്താണ് നബി തങ്ങളുടെ ഷഫാഅത്ത്. അതുകൊണ്ട് സാഫിയത്തായ ഷഫാഅത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. സഫാ എന്ന് പറഞ്ഞാൽ സഫാ എന്ന മസ്തർ, സഫാ യസ്ഫു എന്നതിന്റെ മസ്തറാണ് സഫാ എന്ന്. അതിനെ ബൈത്തിനു വേണ്ടി സഫാ എന്ന് പാടിയതാണ്. അതിന്റെ അർത്ഥം സാഫിയത്ത്, തെളിഞ്ഞ ഷഫാഅത്ത്, ഒരു കളങ്കവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ല എന്ന് മാത്രമല്ല, തങ്ങളെത്തിബായ് ചെയ്യാൻ ഒഴിവ് കിട്ടാതെ നടന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് തങ്ങള് തിരിഞ്ഞു നോക്കി ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ എത്ര കോടിക്കണക്കിന് ആളുകളെ കാര്യം നോക്കണം. നിങ്ങൾ നോക്ക്, ഒരു ലക്ഷ്യവുമില്ലാതെ ഷഫാഅത്ത് ചെയ്യും അള്ളാഹുവിനോട് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ. പിന്നെ ഉമ്മ പോലെ ഉപ്പ പോലെ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മല്ലനാമിഥുലുക്ക, പിന്നെ തങ്ങളെ പോലെ ആര്, ഏതുമ്മ ഏതുപ്പ, ആർക്കും ആ സ്ഥാനമില്ല. മല്ലനാമിഥുലുക്ക, തങ്ങളെ പോലെ ഞങ്ങൾക്ക് ആരുമില്ല. യാ സയ്യിദി, എൻ്റെ നേതാവായ, എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമായവർ എന്നാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ. ഖൈറൻ നബി, നബിമാരുടെ കൂട്ടത്തിൽ ഖൈറുൽ അംബിയാ, നബി എന്ന ഏകവചനമാണെങ്കിലും ഇത് അലിഫ്ലാം ജിൻസിന്റെ വർഗത്തിന്റെ അലിഫ്ലാം ആയതുകൊണ്ട് അലംബിയാ, അംബിയാക്കന്മാരിൽ നിന്ന് ഏറ്റവും ഉത്തമരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ്.